മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ കുറുവേലി പാലത്തിന് താഴെ തോടിന്റെ ബണ്ട് ബലപ്പെടുത്തി ഉയരത്തിൽ തടയണ നിർമ്മിച്ച് പൊതുജനത്തിന് ഉപയോഗപ്പെടുന്ന ചെറിയ ജലാശയമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതികരണ വേദി മുളക്കുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നിവേദനം നൽകി. കഴിഞ്ഞ മഴയിൽ തകർന്ന തോടിന്റെ ബണ്ട് നിർമ്മിച്ച് തോടിനോട് ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന പുറമ്പോക്ക് സ്ഥലവും കൂടി ഏറ്റെടുത്താൽ മനോഹരമായ ഒരു തടാകമുണ്ടാക്കാൻ കഴിയും. കൂടാതെ ഇടയാറ്റ് പാടശേഖരത്തിലെ കൃഷിക്കും ഈ വെള്ളം ഉപയോഗിക്കാനും കഴിയും. വേനൽക്കാലത്ത് കനാൽ ജലം കൂടി ലഭിക്കുമെന്നതിനാൽ ഇത് 12 മാസവും ജലസമൃദ്ധമായിരിക്കും. ഇതോടെ സമീപത്തെ വീടുകളിലെ കിണറുകളിൽ ജലനിരപ്പ് ഉയർന്ന് കുടിവെള്ളക്ഷാമവും പരിഹരിക്കാനാവും. ജില്ലാ പഞ്ചായത്ത്, MLA, MP എന്നിവരുടെ സഹകരണത്തോടെ ഒരു പദ്ധതി തയ്യാറാക്കി രേഖ മൈനർ ഇറിഗേഷൻ വകുപ്പിനെ സമർപ്പിച്ച് പ്രാവർത്തികമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി സംസ്ഥാന കോർഡിനേറ്റർ രാജു തെക്കേക്കാല നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മുളക്കുളം പഞ്ചായത്തിൻ്റെ നെല്ലറയായ ഇടയാറ്റ് പാടശേഖരത്തിൻ്റെയും ജീവനാഡിയായ കുറുവേലി തോടിൻ്റെയും കരയിലാണ്. ഈ തോടിൻ്റെ കര കുറേ ദിവസങ്ങളായി തകർന്ന് അതിൻ്റെ ബണ്ട് തകർന്ന് പാടശേഖരത്തെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് നാശോന്മുഖമായിരിക്കുക. അത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് അധികാരികൾ അത് ഇനിഷ്യേറ്റീവ് എടുത്ത് MLA-യുടെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും MP-യുടെയും ഒക്കെ സഹകരണത്തോടെ കേരള മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെയും കേരള ടൂറിസം വകുപ്പിൻ്റെയും സഹായത്താൽ ഇവിടെ ഒരു പ്രകൃതി രമണീയമായ ജലാശയം ഒരുക്കുന്നതിന് സാധിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഈ തോടിൻ്റെ ബണ്ട് 2 വശവും ബലപ്പെടുത്തി 10 അടിയെങ്കിലും ഉയരത്തിൽ കെട്ടി ഈ തോടിനോട് ചേർന്ന് ഈ ഭാഗത്തേക്ക് കടന്നു നിൽക്കുന്ന ഈ പുറമ്പോക്ക് പ്രദേശം ജലം കെട്ടി നിൽക്കുന്ന ഈ സ്ഥലവും കൂടി ഉൾപ്പെടുത്തി ഒരു ജലാശയമാക്കി മാറ്റിയാൽ സാധാരണക്കാരെ ജനങ്ങൾക്ക് കുളിക്കുന്നതിനും കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിനും ഉപയോഗിക്കുന്ന വളരെ പ്രയോജനകരമായ ഒരു പദ്ധതിയായി മാറും. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട മുളക്കുളം പഞ്ചായത്ത് അധികാരികൾ ശ്രദ്ധിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റിന് അഭ്യർത്ഥന കത്ത് നൽകി. അദ്ദേഹം വളരെ അനുകൂലമായ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകി അത് പ്രായോഗികമാക്കാം എന്നുള്ളൊരു പൂർണ്ണമായ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിൽ സന്തുഷ്ടരാണ്. നാടിന് പ്രയോജനകരമായ ഒരു പദ്ധതിയായി മാറുവാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു.